ദിവസത്തെ ശബരിമല ഡ്യൂട്ടിക്ക് ശേഷം ഞാനും ക്യാമറമാൻ സജു കാഞ്ഞിരംകുളവും എന്തായാലും ഇന്ന് ശബരിമല ഇറങ്ങുകയാണ്. അതിനു മുമ്പ് വീട്ടിലേക്കുള്ള കുറച്ച് അരവണയും ഒപ്പം തന്നെ അപ്പവും ഒക്കെ വാങ്ങാനുണ്ട്. അവിടെ തിരക്കുണ്ടോ എന്ന കാര്യവും ഒപ്പം തന്നെ അരവണ വാങ്ങിക്കാനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയെന്ന കാര്യവും നമുക്ക് നോക്കാം. എന്തായാലും എല്ലാ കൗണ്ടറുകളും സജീവമാണ്. അരവണയും അതുപോലെ തന്നെ അപ്പവും ഒക്കെ വാങ്ങിക്കാനായി. പക്ഷേ വലിയ തിരക്കൊന്നും ഇവിടെ കാണുന്നില്ല. UPI കാർഡ് ഉപയോഗിക്കും, ക്യാഷ് ഉപയോഗിക്കുമെന്നൊക്കെ ഈ കൗണ്ടറുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അരവണ വാങ്ങിച്ച ആളുകളോട് ചോദിക്കാം നമുക്ക് എങ്ങനെയായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് എന്ന്, എങ്ങനെ തിരക്കുണ്ടായിരുന്നോ, മറ്റ് സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം അവരോട് തന്നെ ചോദിക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ലോഡ് അരവണയുമായി കുറച്ച് സ്വാമിമാർ, ചേർത്തലയും ആലപ്പുഴയും ഒക്കെയുള്ള സ്വാമിമാരാണ്. അരവണയുണ്ട്, ഒപ്പം തന്നെ അപ്പവുമുണ്ട്, ഒരു കുട്ടി സ്വാമിയുമുണ്ട്. ഇവർ എല്ലാം വാങ്ങിച്ച് റെഡിയായി പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ദർശനമൊക്കെ പൂർത്തിയാക്കി. എങ്ങനെയുണ്ടായിരുന്നു ദർശനം? സുഖമായിരുന്നു, ഒത്തിരി തിരക്കില്ലായിരുന്നു. നേരത്തെ വരുമ്പോൾ ഞങ്ങൾ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടായിരുന്നു കിട്ടണതല്ല. ഈ പ്രാവശ്യം നല്ല സുഖമായിട്ട് നമ്മൾ തൊഴുതു. ഈ അരവണയും അപ്പമൊക്കെ വാങ്ങിക്കാൻ മുമ്പ് ഭയങ്കര ക്യൂ ഒക്കെ ആയിരുന്നു. ഭയങ്കര ക്യൂ ആയിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിലാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൊള്ളാം. നല്ല ദർശനമായിരുന്നു. നല്ല കോർഡിനേഷനാണ് ഇവിടെ. നല്ല കുട്ടി അയ്യപ്പസ്വാമി എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അയ്യപ്പനെ കണ്ടോ? നടയൊക്കെ കയറി? ഇന്നലെ രാത്രി എത്തിയതാ. കാനഡപാത വഴി. നല്ലതായിരുന്നു. അരവണയൊക്കെ കുറെ വാങ്ങിച്ചോ നാട്ടുകാർക്ക്? എല്ലാവർക്കും ഉണ്ട്. ഇവരുടെ ഒക്കെ അഭിപ്രായം നമ്മൾ കേട്ടു. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് വാങ്ങാം. അപ്പോൾ ഇതാ ഇവിടുത്തെ അരവണ കൗണ്ടറിലാണ്. ഇവിടെ മാളികപ്പുറത്തിന് സമീപമുള്ള അരവണ കൗണ്ടറാണ്. എല്ലാ കൗണ്ടറും സജീവമായിട്ടുണ്ട്. തിരക്കൊന്നും വലുതായി അനുഭവപ്പെടുന്നില്ല. ഇവിടെ UPI ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, ATM കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാഷ് ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഇവിടെ ക്യാഷ് ഇല്ല, ക്യാഷ് അപ്പുറത്താണ്. എത്ര രൂപയാണ് ഒരു അരവണയ്ക്ക് ബോട്ടിലിന്? 100 രൂപ. അപ്പം 45 രൂപ. അപ്പം ഇവിടെ ബില്ലടിച്ച് കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത കൗണ്ടറില്ല, ആരുമില്ല. അവർ പറയുന്നത് തിരക്കില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ 2 കൗണ്ടറുണ്ട്, 2 മെഷീനുണ്ട്. അതുകൊണ്ട് ഗൂഗിൾ പേ സംവിധാനങ്ങളൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്നു. ഒപ്പം തന്നെ കാർഡും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നു. പെട്ടെന്ന് സാധനം വാങ്ങിച്ച് പോകാൻ കഴിയുന്നു. അപ്പോൾ നമുക്ക് വേണ്ട സാധനം കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരൊക്കെ പറഞ്ഞതുപോലെ തിരക്കില്ല. ദർശനത്തിനകത്ത് എത്തുന്ന ആളുകൾ പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ അരവണയും വാങ്ങാനും അതുപോലെ തന്നെ അപ്പം വാങ്ങാനും ഒക്കെ എത്തുന്നവർക്കുമുള്ള സൗകര്യം. ഇത്തവണ എല്ലാ വിധത്തിലും ശബരിമലയിൽ എത്തുന്നവർക്ക് പൂർണ്ണമായ സൗകര്യങ്ങൾ ഒരുക്കിയാണ് മുമ്പോട്ട് പോകുന്നത്. അതുതന്നെയാണ് ഇത്രയും സ്മൂത്തായി ഈ മണ്ഡലകാലത്ത് അവസാനിക്കാൻ പോകുന്ന സമയത്തും അയ്യപ്പ തീർത്ഥാടകർക്ക് വളരെ സൗകര്യപൂർവ്വം ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്നത്. ക്യാമറമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്.